നമസ്കാരം സാർ. നമസ്തേ സാർ, നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ശങ്കുലികളും മുഴക്കിക്കഴിഞ്ഞു. ഡേറ്റും എല്ലാം തീരുമാനിച്ചു, വോട്ടെണ്ണുന്ന ദിവസം തീരുമാനിച്ചു. CPIയും CPIയും ഒക്കെ പ്രത്യേകിച്ചും പാർട്ടികൾ സ്ഥാനാർത്ഥികളെ വരെ ഏറെക്കുറെ തീരുമാനിച്ചു. ആ കാര്യത്തിൽ UDFും കോൺഗ്രസുമാണ് സ്വല്പം പുറകിൽ. പക്ഷേ CPMൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ആകാംക്ഷയുടെ കാത്തിരുന്ന ചില പേരുകളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അച്യുതാനന്ദൻ്റെ മകൻ. അച്യുതാനന്ദൻ്റെ മകനെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച പശ്ചാത്തലം എന്ന് പറയുന്നത് അച്യുതാനന്ദൻ്റെ PA ഒക്കെ ഒരു വർഷത്തേക്ക് UDFിൻ്റെ പാളയത്തിലേക്ക് മാറിയപ്പോൾ അച്യുതാനന്ദൻ്റെ പേര് ഉപയോഗപ്പെടുത്താനുള്ള പിണറായി വിജയൻ്റെ ഒരു ദുരൂഹലാക്കായിട്ടാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. അച്യുതാനന്ദൻ്റെ മകൻ്റെ പേര് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉണ്ടാകുമെന്ന്. പക്ഷേ കൗതുകകരമെന്ന് പറയട്ടെ, ആ പരീക്ഷണത്തിന് പോലും പിണറായി വിജയന് ധൈര്യമില്ലായിരുന്നു എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ അച്യുതാനന്ദൻ്റെ പേര് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് ഇപ്പോൾ സംശയം പിണറായി വിജയന് കാണും. നമുക്ക് യാതൊരു സംശയവുമില്ല, അച്യുതാനന്ദൻ്റെ എഫക്റ്റ് നെഗറ്റീവായിട്ടായിരിക്കും പിണറായി വിജയനെ ബാധിക്കാൻ പോകുന്നത്. ഇത് എത്രമാത്രം പിണറായി വിജയന് അച്യുതാനന്ദനില്ലാത്ത ഒരു ഇലക്ഷൻ, അതായത് ഈ ഇലക്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉമ്മൻചാണ്ടി അച്യുതാനന്ദനും ഇല്ലാത്ത തെരഞ്ഞെടുപ്പ് എന്തുമാത്രം ഉപയോഗിക്കാൻ പറ്റും എന്നാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. സാറിൻ്റെ അതിൻ്റെ എക്സ്പെർട്ട് ഒപ്പീനിയൻ നമുക്ക് ആവശ്യമാണ്. ശ്രീ മുൻ മുഖ്യമന്ത്രിയായ സഖാവ് VS അച്യുതാനന്ദന്റെ ഭൗതിക സാന്നിധ്യമില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സ്മരണകൾ പോലും മാറ്റി നിർത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ ഇപ്രാവശ്യം ഇലക്ഷനെ നേരിടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് അതായത് അദ്ദേഹത്തിന്റെ മകൻ അരുൺകുമാറിന് ഇപ്രാവശ്യം സ്ഥാനാർത്ഥിത്വം കൊടുക്കും എന്നൊക്കെയുള്ള വാർത്തകൾ, പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥി നിർണയം വന്നപ്പം അരുൺകുമാറിനെ പൂർണ്ണമായിട്ട് അവഗണിച്ചു. മാത്രവുമല്ല, ഈ ഇലക്ഷന് തൊട്ടു മുമ്പ് കേന്ദ്ര സർക്കാർ പത്മവിഭൂഷൺ അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ അത് ആദ്യം കുടുംബം സ്വാഗതം ചെയ്തിരുന്നു. കുടുംബം അത് സന്തോഷം പ്രകടിപ്പിച്ചു. പിന്നീട് കുടുംബം അതിൽ നിന്ന് പിന്മാറി, പാർട്ടിയുടെ അഭിപ്രായം. അപ്പോഴും പല രാഷ്ട്രീയ, പ്രത്യേകിച്ച് CPM ഉള്ളിലുള്ളവർ തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു. അതായത് വരും ഇലക്ഷനിൽ അരുൺകുമാറിന് ഇതിനൊരു കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് VSന്റെ ഒരു സ്മരണ നിലനിർത്താനായിട്ട് അരുൺകുമാറിന് സീറ്റ് നൽകും എന്ന്. പക്ഷേ പിണറായി വിജയൻ അരുൺകുമാറിന്റെ സ്മരണയെ അച്യുതാനന്ദന്റെ സ്മരണയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിക്കൊണ്ട്, അങ്ങനെ ഒരു വ്യക്തി ഇല്ല. യഥാർത്ഥത്തിൽ ഒരു പുതിയ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് കണ്ടാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. മരുമകൻ മുഹമ്മദ് റിയാസിന് വഴി വെട്ടി തുറക്കുകയാണ്, അദ്ദേഹത്തിന്റെ പാത സുഗമമാക്കുകയാണ്. അതിൽ നിന്നും കല്ലും മുള്ളും ഒക്കെ എടുത്ത് മാറ്റിയിട്ട് ഭൂമത്തെ വിരിച്ച ഒരു പാത അധികാരത്തിലേക്ക് ഒരുക്കിയിരിക്കുന്നു. അതാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക കാണുമ്പോൾ പലരും ആദ്യ പ്രതികരണം നടത്തുന്നത്. നമ്മള് ഇതിൽ ചില വസ്തുതകൾ നോക്കിയാൽ അതിൽ വേറൊരു കാര്യം ശ്രദ്ധേയമാണ്. സ്പീക്കർ ഷംസീറിന് സീറ്റില്ല. തലശ്ശേരിയിൽ നിന്നും കാരായി രാജനാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ പിണറായിക്ക് ബദലായിട്ട് പലപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച ശൈലജ ടീച്ചർക്കും നല്ലൊരു ടഫ് സീറ്റിലാണ് അവരെയും കൊണ്ടിട്ടിരിക്കുന്നത്, പേരാവൂർക്ക് മാറ്റി. ഒരു CPMന്റെ ഒരു കുത്തക സീറ്റ് എന്നൊന്നും പറയാനൊന്നുമില്ല. പേരാവൂര്, മട്ടന്നൂരോ അല്ലെങ്കിൽ പയ്യന്നൂരോ ഒക്കെ നിൽക്കുന്ന ഒരു ഇഫക്റ്റ് പേരാവൂരിൽ നിന്നാൽ കിട്ടില്ല. അപ്പോ ചുരുക്കി പറഞ്ഞാല് പാർട്ടിയിൽ തന്റെ അധീശത്വം പൂർണ്ണമായിട്ട് ഉറപ്പുകയും വരാനിരിക്കുന്ന നാളുകളിൽ മുഹമ്മദ് റിയാസിന്റെ മാർഗം സുഗമമാക്കുകയും ചെയ്യാനുള്ള വളരെ കൃത്യമായ നടപടിയുമായിട്ടാണ് പിണറായി വിജയൻ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോ പലപ്പോഴും എന്നോട് ഇന്ന് രാവിലെ ഞാൻ സംസാരിക്കുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു CPMന്റെ ഒരു പഴയകാല പ്രവർത്തനം, അദ്ദേഹം പറഞ്ഞു, ഒരു 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ അവരുടെ പ്രതീക്ഷകളെ, അവരുടെ പാർട്ടി പാരമ്പര്യത്തെയും ഒക്കെ തന്നെ അവഗണിച്ചുകൊണ്ടാണ് അവരുടെ ഇടയിൽ വലിയ ഒരു അസംതൃപ്തി നുരഞ്ഞു പൊങ്ങുന്നുണ്ട്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അത് ആലപ്പുഴയിൽ G. സുധാകരന്റെ കാര്യം തന്നെ അതിന്റെ ഒരു ഉദാഹരണമാണ്. പഴയ നേതാക്കന്മാരെയൊക്കെ പൂർണ്ണമായിട്ട് അവഗണിക്കുകയാണ്. അങ്ങനെ പിണറായി തീരുമാനിക്കുന്ന നേതാക്കന്മാരാണ്, അല്ലെ പിണറായി പൂർണ്ണമായിട്ടും നിയന്ത്രിച്ച ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റാണ് ഇത്.
ഈ ലിസ്റ്റ് ഇനി അടുത്തൊരു വശമുണ്ട് ഇതിന്. അങ്ങിപ്പോ ചോദിച്ചതുപോലെ ആദ്യം ഒന്ന് പറഞ്ഞല്ലോ, കോൺഗ്രസും എൻ ഡി എയും ഒന്നും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഉം. പക്ഷെ വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തിറക്കാൻ CPM-ന് കഴിഞ്ഞു. ഉം. അത് അതിന്റെ ക്രെഡിറ്റ് പിണറായിക്ക് കൊടുക്കാതിരിക്കാനും നമുക്ക് പറ്റില്ല. കാരണം പറ്റില്ല. ഏകാധിപതി ആണെങ്കിലും കാര്യക്ഷമത ഉണ്ട് എന്നുള്ളത് ഒരു സൂചനയാണ്. പാർട്ടിയെ കൈപ്പിടിയിൽ നിർത്തിയിരിക്കുകയാണ്. എതിരഭിപ്രായങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. ഓ ഓ ഇന്നലെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് ഗോവിന്ദൻ ലിസ്റ്റ് വായിക്കുമ്പോൾ ഗോവിന്ദൻ്റെ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു യന്ത്രമനുഷ്യൻ എന്താണോ ചെയ്യുന്നത് ആ രീതിയിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ കേവലം വായന മാത്രം, ലിസ്റ്റിൻ്റെ വായന മാത്രമായിരുന്നത്. അത് ഗോവിന്ദന് പോലും തൃപ്തിയില്ലാത്തൊരു, മനസ്സുകൊണ്ട് തൃപ്തിയില്ലാത്തൊരു ലിസ്റ്റാണത് എന്ന് കാണുന്നവർക്ക് തോന്നും. അങ്ങനൊരു അപകടം മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടോ ക്രമത്തിൽ? അല്ല, ശരിക്കും പറഞ്ഞാലേ അത് ഓൾറെഡി അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പൊ അങ്ങനെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. പണ്ട് നായനാര് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറി, നായനാരേക്കാൾ ഒരുപക്ഷെ ശക്തനായിരുന്നു അന്ന് പാർട്ടി സെക്രട്ടറി, മുഖ്യമന്ത്രിയേക്കാൾ ശക്തനായിരുന്നു പാർട്ടി സെക്രട്ടറി. അങ്ങനെ CPM-ന്റെ ഒരു രീതി അങ്ങനെ. അല്ലെങ്കിൽ ചടയൻ പിന്നീട് പാർട്ടി സെക്രട്ടറി ആയി. ചടയൻ ഗോവിന്ദൻ വലിയ കരുത്തനായ നേതാവായിരുന്നു, വലിയ സത്യസന്ധനായ നേതാവായിരുന്നു. അതിനുശേഷം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയി. അവരൊക്കെ എത്ര ശക്തരായ പാർട്ടി സെക്രട്ടറിമാരായിരുന്നു. ഇനി നമുക്ക് അങ്ങനെയുള്ളവർ മാത്രമല്ല, അന്നൊക്കെ ഇടതുമുന്നണി കൺവീനർ TK രാമകൃഷ്ണ, അല്ലെങ്കിൽ MM ലോറൻസ്, ഇവരൊക്കെ തന്നെ വലിയ ശക്തരായ നേതാക്കന്മാരാണ്. ഇത് ഏതാണ്ട് സമശീർഷരായ 3 പേരായിരിക്കും CPM-ല് ഏറെക്കുറെ. അതായത് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് സ്ഥാനാർത്ഥി ആയിരിക്കുന്ന ആള്, പാർട്ടി സംസ്ഥാന സെക്രട്ടറി, CITU-വിന്റെ സംസ്ഥാന സെക്രട്ടറി, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇടതുമുന്നണി കൺവീനർ ആവുന്ന CPM നേതാവ്. ഇവരൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല അവരുടെ സ്വാധീനത്തിൽ. CITU-വിനൊക്കെ ഒരു കാലഘട്ടത്തിൽ എന്തുമാത്രം സ്വാധീനം ഉണ്ടായിരുന്നു. രവീന്ദ്രനാഥ്, ലോറൻസ്, അവരൊക്കെ ഇരുന്നു. ഇപ്പോഴേ ഞാൻ ചോദിക്കട്ടെ, CITU എളമരം കരീമിനെ ആര് പേടിക്കും? ആരും പേടിക്കത്തില്ല. ഈ ദേശീയ ജനറൽ സെക്രട്ടറി ഒക്കെയാണ്. പക്ഷെ എന്തോ പറഞ്ഞാട്ടെ, എളമരം കരീമിനെ പേടിക്കും, CITU-ന്റെ സെക്രട്ടറിയും പേടിക്കുന്നില്ല, അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിയും പേടിക്കുന്നില്ല. അതാണ് കൗതുകം. ജനറൽ സെക്രട്ടറി, പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ആളിനും വലിയ വിലയൊന്നുമില്ല. ഒരേ ഒരാളിനെ വിലയുള്ളൂ, കേരളത്തിലെ മുഖ്യമന്ത്രി. പാർട്ടിയെ പിണറായി കംപ്ലീറ്റ്ലി കൈപ്പിടിയിൽ ഒതുക്കി. പറഞ്ഞാട്ടെ. അല്ല, അവൈലബിൾ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്ന സാധനം ഒന്നിൽ അവസാനിക്കും. പിണറായിൽ മാത്രം അവസാനിക്കും. പിണറായി തുടങ്ങി പിണറായിൽ അവസാനിക്കുന്ന പോളിറ്റ് ബ്യൂറോ സംവിധാനമാണ്. പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജയിച്ചാൽ ഇടതുപക്ഷം വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിലേക്ക് എത്തുക എന്ന ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായാൽ പിണറായി വിജയന് തർക്കം. കാരണം പോളിറ്റ് ബ്യൂറോയിൽ മത്സരിക്കുന്ന ഏകയാൾ പിണറായിയാണ്. വേറെ പിന്നെ തർക്കത്തിൻ്റെ ആവശ്യമില്ല. MAക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതെ. പിന്നെ ആകെയുള്ളത് പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവന്റെ ഭാര്യയാണ്, ബിന്ദു ടീച്ചർ. അപ്പം ഭാര്യ അവരേ ഉള്ളൂ ഈ ഒരു. പിന്നെ അദ്ദേഹം വലിയ ശല്യം ഒന്നും ഉണ്ടാക്കത്തില്ല. ബിസിനസ് ക്ലാസ്സിൽ ഡൽഹിയിലോട്ട് ഇടയ്ക്കിടയ്ക്ക് പോകും. പിന്നെ അതുപോലെ തിരിച്ചു വരും, പെട്ടിയൊക്കെ ആയിട്ട് കൂടെ ഒരാൾ കാണും. അത്രയൊക്കെ ഉള്ളൂ. വേറെ വലിയ ശല്യമൊന്നുമില്ല പുള്ളി. ആർക്കും വലിയ ശല്യം ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നവർക്ക് പ്രത്യയശാസ്ത്ര സംശയം ഉണ്ടാകുന്നല്ലേ ഇപ്പൊ. അതെ. അല്ല, ഞാൻ ഇത് പറഞ്ഞത് പിന്നെ നമ്മൾ നോക്കിയേ കോടിയേരിയുടെ ഇപ്പം മോനൊന്നും സീറ്റ് കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം ആ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ഒന്നും അവർക്കില്ല. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ കോൺട്രിബ്യൂഷൻ ഇല്ലാത്ത ഇപ്പം ശ്യാമളയ്ക്ക് സീറ്റ് കിട്ടിയല്ലോ. അതും തളിപ്പറമ്പിൽ നിന്ന് ഇല്ലേ. ഗോവിന്ദ മാഷ ഭാര്യയ്ക്ക് സീറ്റുണ്ട്. അവിടെയും ഇപ്പൊ കുടുംബം ഇല്ലെന്നൊക്കെ പറയുമ്പോഴും ചില കുടുംബങ്ങൾക്ക് സീറ്റുണ്ട്, ചില കുടുംബങ്ങൾക്ക് സീറ്റില്ല. അത് ഗോവിന്ദൻ തുറക്കാതെ, നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, മിണ്ടാതെ യാന്ത്രികമായിട്ട് യാതൊരു തർക്കവും പറയാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുക. ശ്യാമള MLA ആകണമെങ്കിൽ എന്നൊരു ധ്വനിയാണ് അവിടെ. ആ മെസ്സേജാണ്. തീർച്ചയായിട്ടും അത് സഖാവ് ഗോവിന്ദൻ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് അദ്ദേഹം അത് ശിരസാ വഹിച്ചു. കൽപ്പന കല്ലേ പിളർക്കുമെന്നാണ്. അപ്പോ പിണറായിയുടെ കൽപ്പന പൂർണ്ണമായിട്ടും അദ്ദേഹം ഉൾക്കൊണ്ടു. അപ്പൊ പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും
പാർട്ടിയിൽ നിന്നും വലിയൊരു എതിരഭിപ്രായം ഇപ്പം എന്താണ് രാജേന്ദ്രൻ CPM-ന്ന് രാജിവെച്ചു, അതല്ലെങ്കിൽ കൊട്ടാരക്കരെ ഐഷാപോറ്റി രാജിവെച്ചു എന്നുള്ളതൊന്നും ഞാൻ മറക്കുന്നില്ല. എങ്കിലും അതൊരു വലിയ ഇപ്പം ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു പൊട്ടിത്തെറി എന്ന് പറയുന്നത് G. സുധാകരനാണ്. പക്ഷെ എങ്കിലും നമുക്കത് ഗൗരിയമ്മ പുറത്തു പോകുന്ന കാലത്തെ പൊട്ടിത്തെറിയായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ഗൗരിയമ്മ പുറത്തുപോയ സമയത്ത് അന്നത്തെ ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ആലപ്പുഴയിലൊക്കെ നടക്കുന്ന സമ്മേളനങ്ങളുടെ ഒക്കെ ഒരു വലിയ ജനബാഹുല്യം, അത് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു ജനപ്രവാഹമാണ്, അല്ലെ ജനകീയ വികാരമാണ്. അങ്ങനെ ഒരു വികാരമൊന്നും സുധാകരൻ സൃഷ്ടിക്കുന്നില്ല. അദ്ദേഹത്തിനോട് അനുഭാവമുള്ളവരുണ്ട്. CPM-ന് തീർച്ചയായിട്ടും അമ്പലപ്പുഴ സീറ്റിൽ അത് തിരിച്ചടിയാവും. പക്ഷേ അതിൽ കവിഞ്ഞ് ഒരു വലിയ ഒരു കൊടുങ്കാറ്റൊന്നും സൃഷ്ടിക്കാൻ പാർട്ടിയിലെ വിമത ശബ്ദങ്ങൾക്ക് അല്ലെ വേറിട്ട ശബ്ദങ്ങൾക്ക് ഇപ്പോൾ കഴിയുന്നില്ല. അതൊക്കെ പിണറായിയുടെ ഒരു വിജയമായിട്ട് തന്നെ ഞാൻ കാണും, അല്ലെ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു ലോബിയുടെ പിണറായിയുടെ മീഡിയ മാനേജ്മെന്റിന്റെ വിജയം. തീർച്ചയായിട്ടും പ്രൊപ്പഗൻഡയുടെ വിജയം. മീഡിയ മാനേജ്മെന്റും പ്രൊപ്പഗൻഡ, പല തലങ്ങളിലുള്ള പ്രൊപ്പഗൻഡയും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഈ CPM-ന്റെ ഒരു ഗുണമായിട്ട് ഞാൻ കാണുന്നത്, അവരോടൊപ്പം ചേരുന്നവർക്ക് അപ്പോൾ തന്നെ അതിന്റെ റിവാർഡുണ്ട്. കടന്നപ്പള്ളി ഇപ്പോഴും മത്സരിക്കുക, അതാണ് കടന്നപ്പള്ളി മത്സരിക്കുകയാണ്. പിന്നെ അതുപോലെ നമ്മുടെ AK ശശീന്ദ്രൻ, അത് പിന്നെ പിണറായിയുടെ കുടുംബവുമായിട്ടുള്ള ഭാര്യയായിട്ടുള്ള ബന്ധം ഉള്ളതുകൊണ്ടാണെന്ന് പറയുന്നു. എന്തോ എനിക്ക് അതത്ര കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. കമലയുടെ ബന്ധുവാണ് ശശീന്ദ്രൻ എന്ന ചില വാർത്തകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ, ഇടയ്ക്കൊന്ന് ചോദിക്കുക, ഇപ്പോൾ വീണ്ടും ചോദിക്കുന്നു. ഗോവിന്ദൻ്റെ ഭാര്യയ്ക്ക് ഇത്തവണ സീറ്റ് കൊടുത്തു, ശ്യാമളയ്ക്ക് സീറ്റ് കൊടുക്കുന്നു. അടുത്ത പ്രാവശ്യം പിണറായി വിജയൻ്റെ ഭാര്യയ്ക്ക് കമലയ്ക്കൂടെ കൊടുത്താൽ ആർക്കെങ്കിലും തർക്കം പറയാൻ പറ്റുമോ? ആർക്കും തർക്കം പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും? ആർക്കും പറയാൻ അല്ല, ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മറ്റു ചിലത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കുമല്ലോ. ഒന്നും കാണാതെ ചിലര് കിണറ്റി ചാടില്ല എന്നാ പറയുന്നത്. എന്തെങ്കിലും അതിനകത്ത് മുങ്ങിയെടുക്കാൻ പറ്റും. അത് വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഒരു ധാരണ ഉള്ളതുകൊണ്ടാണ് ഈ ചില റിസ്കുകളൊക്കെ എടുക്കുന്നത്. അപ്പൊ ആ റിസ്ക് എടുത്തതിന് ഭാവിയിൽ ഒരു പ്രതിഫലമുണ്ട്, അത് സംശയിക്കണ്ട. ഞാനിത് നോക്കുമ്പോ ഇപ്പൊ തന്നെ നമ്മൾ നോക്കി, അഴിമതി ആരോപണം, വലിയ ആരോപണം നിലനിൽക്കുന്ന കടകംപള്ളി സുരേന്ദ്രന് സീറ്റുണ്ട്. അത്ര സംശുദ്ധരയൊന്നുമല്ല ലിസ്റ്റിൽ ഇറക്കിയിരിക്കുന്നത്. അപ്പം പക്ഷെ ഇഷ്ടക്കാരെയാണ് ഇറക്കിയിരിക്കുന്നത്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. എനിക്ക് താല്പര്യം കാതലായ സംശയമാണ്, നമുക്ക് പിന്നെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ സമയമില്ല. എന്നാൽ ചോദ്യം ഞാൻ ചോദിച്ച് നിർത്താം. പിണറായി വിജയൻ ആക്ച്വലി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഞാൻ കണക്കൂട്ടുന്നത്, ഇപ്പോഴത്തെ ലിസ്റ്റ്. കാരണം അങ്ങനെ വന്നാൽ റിയാസിന് വലിയ റോളില്ലാതെ വരും. മറിച്ച് തോറ്റതിന് ശേഷം റിയാസിനെ പാർട്ടിയുടെ ചുമതലകൾ ഏൽപ്പിച്ച് കൊണ്ടുവരാനുള്ള ഗെയിം പ്ലാൻ അണിയറയിൽ എവിടെയോ ഉരുത്തിരിയുന്നുണ്ട്. ഇതാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിവരം കിട്ടുന്നുണ്ട്. ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള പിണറായിയുടെ ഒരു കണക്കൂട്ടലുണ്ട് ഇവിടെ പല കാര്യങ്ങളിലും. ഒരുപക്ഷെ പിന്നെ ഒരു ചുവട് പിന്നോട്ട്, രണ്ട് ചുവട് മുന്നോട്ട് വെക്കാൻ ഒരു ചുവട് പിന്നോട്ടെന്നാണ് ഈ മാവോയുടെ ഒക്കെ. വൺ സ്റ്റെപ്പ് ഫോർവേഡ്, ടു സ്റ്റെപ്പ് ഫോർവേഡ്, വൺ സ്റ്റെപ്പ് ബാക്ക്വേർഡ്. ആദ്യം ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് വെച്ചിട്ടാണ് എല്ലാം ഒന്ന് നിരീക്ഷിക്കും, പരിസരമൊക്കെ ഒന്ന് നിരീക്ഷിച്ചിട്ട് അടുത്ത 2 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കും. അപ്പൊ ആദ്യം പുറകോട്ട് വെച്ചത് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യും. ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണ്. പിണറായി അങ്ങനെ ഒരു നിലപാടിലേക്ക് മാറിയാലും ഞാനതിൽ അത്ഭുതപ്പെടില്ല. പക്ഷേ ഒരു കനത്ത തോൽവി ഇത്തരം പ്രതീക്ഷകളെ എല്ലാം തകിടം മറിക്കും, കനത്ത തോൽവിയാണെങ്കിൽ. അതേസമയം ഒരു ചെറിയ നേരിയ തോൽവിയാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയും, ഒരു 55 സീറ്റിന് മുകളിൽ ഇടതുമുന്നണിക്ക് ഒരു 60-നോട് അടുപ്പിച്ച് സീറ്റ് കിട്ടുകയാണെങ്കിൽ അതൊരു മാന്യമായ തോൽവിയായിരിക്കും. അവിടെ പിണറായിക്ക് പിന്നീട് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട കാര്യം വരുന്നില്ല. കൃത്യമായിട്ട് നെഞ്ചു വിരിച്ച് തന്നെ നടക്കാം. അത് ഇലക്ഷൻ ആണെങ്കിൽ തോക്കും ജയിക്കും. അങ്ങനെയുള്ള ഒരു സമീപനമാണ്. അപ്പോ 55 സീറ്റ് കിട്ടാമെന്നുണ്ടെങ്കിൽ വോട്ടിംഗ് പേഴ്സൻറ്റേജിൽ അവർക്ക് കാര്യമായ കുറവ് വരികയില്ല, കാര്യമായ ഇടിവ് വന്നില്ല എന്നുള്ളത് നമുക്ക് തെളിയിക്കാം. അപ്പൊ ഇതിനകത്തില് ജയിക്കുക എന്നുള്ളത് മാത്രമല്ല ഞാൻ പറയുന്നത്, പാർട്ടിയെ ഭാവിയിലേക്ക് എങ്ങനെ രൂപപ്പെടുത്തണം എന്നുള്ളതിന്റെ ഒരു ഉത്തമമായിട്ടുള്ള ഒരു ദൃഷ്ടാന്തമാണ് ഈ ലിസ്റ്റ്.
അപ്പം ജയിക്കുന്നത് ഒരു ഭാഗത്ത് ഉണ്ടാവാം, പക്ഷേ പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കാനും പാർട്ടിയെ മോൾഡ് ചെയ്യാനും തന്റെ ഇഷ്ടാനിഷ്ടങ്ങളും ലക്ഷ്യങ്ങളും അനുസരിച്ച് മോൾഡ് ചെയ്യാനും ഉള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ പിണറായി ഫസ്റ്റ് റൗണ്ടിൽ പുള്ളി വിജയിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇലക്ഷനിൽ വിജയിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുമില്ല. അത് രണ്ടും എനിക്ക് പറയണം. അതായത് പാർട്ടിയെ നിയന്ത്രണത്തിൽ നിർത്താനുള്ള ശ്രമത്തിൽ ഒരു പരിധിവരെ പിണറായി ഫസ്റ്റ് റൗണ്ടിൽ ഈ ലിസ്റ്റ് കാണുമ്പോൾ നമുക്ക് തോന്നും അദ്ദേഹം വിജയിച്ചിരിക്കുന്നത്. പക്ഷേ ഇലക്ഷനിൽ ഈ ഗിമ്മിക്കുകളൊന്നും അത്ര യേശുവെന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കാണാൻ പോകുന്ന പൂരം നമുക്ക് കൂടുതൽ പറയണ്ട. ഒരു വാചകം കൂടെ പറഞ്ഞങ്ങ് നിർത്താം. അതായത് അച്യുതാനന്ദൻ എന്തുമാത്രം ശക്തനായിരുന്നു, അല്ലെ അച്യുതാനന്ദൻ ആരായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇതെന്നാണ് എൻ്റെ മിനിമം പ്രതീക്ഷ. VS ഇല്ലാത്ത തെരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും അത് അതിന്റെ ഒരു പല ഡയമെൻഷനും നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും.